വർഷം സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരുന്നു. ആദ്യം അത് അമേരിക്കയുടെ റെസിപ്രോക്കൽ താരിഫ്, അതിനുശേഷം അവർ തന്നെ ഇമ്പോസ് ചെയ്ത ഒരു പെനാൽറ്റി, എല്ലാം കൂടെ ഒരു 50% നികുതി നമ്മുടെ ഉൽപ്പന്നങ്ങളിലായിട്ട് ചുമത്തിയിരുന്നു. ഓൾറെഡി സമുദ്രോൽപ്പന്നങ്ങളുടെ പുറത്ത് ഏകദേശം 10% ആൻറ്റി ഡംപിങ് തീരുവയും കൗണ്ടർ വെയിലിംഗ് തീരുവയും US-ലുണ്ട്. അതിലും മേലെയാണ് നമ്മുടെ ഈ റെസിപ്രോക്കൽ താരിഫും പെനാൽറ്റിയും ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളായിട്ടുള്ള ഇക്വഡോർ, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇവയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മേൽക്കൈ, നമ്മളിൽ നിന്നൊരു മേൽക്കൈ ആ മാർക്കറ്റിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം കുറച്ച് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ ആ മാർക്കറ്റിൻ്റെ ഒരു പോക്ക് മുന്നിൽ കണ്ട് തന്നെ അത് വളരെ ആ 10% ഇനീഷ്യലായിട്ട് 10% തീരുവയുള്ളപ്പോൾ തന്നെ കുറേയധികം മെറ്റീരിയൽ അവിടെ സപ്ലൈ ചെയ്തിരുന്നു. അതുകൂടാതെ സൈഡ് ബൈ സൈഡായിട്ട് നമ്മുടെ മറ്റുള്ള മാർക്കറ്റിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ തുടങ്ങി. കാരണം ഇപ്പോൾ ഒട്ടേറെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഭാരതീയ വാണിജ്യ മന്ത്രാലയം മുൻകൈയെടുത്ത് നടപ്പിൽ വരുത്തുന്നുണ്ട്. ആ മാർക്കറ്റുകളിലൊക്കെ തന്നെ നികുതി ഇളവുകൾ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് കിട്ടുന്നുണ്ട്. അതിനെ മുതലെടുത്തുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിലൊന്നാണ് യൂറോപ്യൻ യൂണിയൻ, ചൈന, വിയറ്റ്നാം. ഈ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു വിവിധീകരണം നമ്മൾ നടത്തി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ 2024-25 അപേക്ഷിച്ചിട്ട് 2025-26 സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ മൂല്യവർധന 14%. അത് $8.45 ബില്യൺ കയറ്റുമതി, $46 ബില്യൺ കയറ്റുമതി, $8.46 ബില്യൺ കയറ്റുമതി ഇന്ത്യയിൽ നിന്നുണ്ടായി. ഏതാണ്ട് 128 രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. മൂല്യം നോക്കുകയാണെങ്കിൽ 73,890 കോടിയുടെ ഉൽപ്പന്നങ്ങൾ, അതും ഒരു റെക്കോർഡാണ്. 73,890 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു. 19,80,000 ടൺ മെറ്റീരിയലാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതും ഒരു റെക്കോർഡാണ്. 14% വർധന ഡോളർ മൂല്യത്തിലുണ്ടായിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് ഒരു സാമ്പത്തിക വർഷം അവസാനമായപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് നമ്മൾ ആ ഭാഗത്തേക്കുള്ള വിമാന സർവീസുകൾ വഴി അയക്കുന്ന ഈ ശീതീകരിച്ച മത്സ്യമൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ എക്സ്പോർട്ടിൽ ഒരു ഇടിവ് നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ തന്നെ ലോജിസ്റ്റിക് കമ്പനികളുമായിട്ടൊക്കെ ഇടപെട്ട് മറ്റു റൂട്ടുകളിലൂടെയൊക്കെ യൂറോപ്പിലേക്കും ആ ഭാഗത്തേക്ക് അമേരിക്കയിലുമൊക്കെ ഉള്ള ഷിപ്മെൻറ്റ്സ് വഴിതിരിച്ചുവിടാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഫ്രൈറ്റ്, അതായത് ആ കണ്ടെയ്നർ ചാർജസൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ എക്സ്പോർട്ടേഴ്സ് അത് മാനേജ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശീതീകരിച്ച ഉൽപ്പന്നങ്ങളിൽ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്കുള്ളതിൽ കുറച്ച് ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ബേസിക്കലി ഈ ഒരു വെസ്റ്റ് ഏഷ്യയാണ് അതിൻ്റെ മേജർ മാർക്കറ്റ്. നമ്മുടെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് അതിൻ്റെ മേജർ മാർക്കറ്റ്, ഗൾഫ് കൺട്രീസ് ബേസിക്കലി. ആ രാജ്യത്തേക്ക് ചെറിയൊരു ഇടിവുണ്ടെങ്കിൽ പോലും ഈസ്റ്റ് ഏഷ്യ, അതായത് ചൈന, വിയറ്റ്നാം, ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ടുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അമേരിക്കയാണ് 36% ഉണ്ടായിരുന്നു 2024-25 അമേരിക്കയുടെ വിപണി ഒരു ഷെയർ എന്ന് പറയുന്നത്. അത് 27% ഈ വർഷത്തേക്ക് കുറഞ്ഞു. പക്ഷേ ഇക്വഡോർ മുതലായ രാജ്യങ്ങൾ അമേരിക്കയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാരിഫ് കുറവാണ്, അവർക്ക് നികുതി കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയിൽ ഒരു ഇടിവ് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എംബഡയുടെ ഒരു ആഭിമുഖ്യത്തിൽ ബയർ സെല്ലർ മീറ്റുകൾ, 2 വൻ ബയർ സെല്ലർ മീറ്റുകൾ തന്നെ ഡൽഹിയിൽ വെച്ചും ചെന്നൈയിൽ വെച്ചും നടത്തി. സീ ഫുഡ് എക്സ്പോ ഭാരത്, അങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ട് ഞങ്ങളുടെ, ഇപ്പം ജൂലൈയിൽ വരുന്നുണ്ട്. അതിൻ്റെ 1ാമത്തെ എഡിഷൻ കഴിഞ്ഞ വർഷം ജൂലൈയിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ വലിയൊരു ബയർ സെല്ലർ മീറ്റ് നടത്തി. പിന്നെ വെർച്വലായിട്ട് ഞങ്ങൾ ഓൺലൈൻ ബയർ സെല്ലർ മീറ്റ് നടത്തി. പിന്നെ ഇന്ത്യൻ എംബസികൾ മുഖാന്തരം ഒട്ടേറെ ബയറും സെല്ലറായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് നടത്തി. ഒരു 5 ട്രേഡ് ഡെലിഗേഷൻസ് ഇങ്ങനെ പല മാർക്കറ്റുകളിലേക്ക് നടത്തി. ഇങ്ങനെ പലതരത്തിലുള്ള
ട്രേഡ് പ്രൊമോഷൻ മെഷേഴ്സ് അല്ലെ മാർക്കറ്റ് പ്രൊമോഷൻ മെഷേഴ്സ് വഴിയാണ് നമുക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷൻ സാധ്യമായത്.